ലോകം ഇപ്പോൾ വലിയൊരു സംഘർഷത്തിന്റെ വക്കിലാണ്. ഒരു വശത്ത് യൂറോപ്പിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ മറുവശത്ത് ഏഷ്യയിലും പുതിയൊരു യുദ്ധമുഖം തുറക്കാൻ ഒരുങ്ങുകയാണ് റഷ്യ. ജപ്പാനുമായി അതിർത്തി പങ്കിടുന്ന തർക്കപ്രദേശത്ത് ആണവ അന്തർവാഹിനികളും വിനാശകാരികളായ യുദ്ധക്കപ്പലുകളും വിന്യസിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ തന്നെ നേരിട്ട് സൈനികാഭ്യാസത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറി ഉണ്ടായേക്കാവുന്ന ഈ മേഖലയിൽ ജപ്പാൻ ശക്തമായ താക്കീതുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഭൗമരാഷ്ട്രീയ പോര് എവിടേക്കാണ് നീങ്ങുന്നത്? രണ്ടാം ലോകമഹായുദ്ധകാലം മുതൽ റഷ്യയും ജപ്പാനും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന പ്രദേശമാണ് കുറിൽ ദ്വീപുകൾ. ജപ്പാൻ ഇതിനെ തങ്ങളുടെ നോർത്തേൺ ടെറിട്ടറീസ് എന്നാണ് വിളിക്കുന്നത്. ഈ 4 ദ്വീപുകളിൽ ഏറ്റവും വലുതായ ഇതുറു ദ്വീപിന് സമീപമാണ് ഇപ്പോൾ ലോകത്തെ മുഴുവൻ വിറപ്പിക്കുന്ന വൻ റഷ്യൻ സൈനികാഭ്യാസം ആരംഭിച്ചിരിക്കുന്നത്. 13,000-ലധികം റഷ്യൻ സൈനികരാണ് പൂർണ്ണ സജ്ജരായി അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. കൂറ്റൻ ആണവ അന്തർവാഹിനികളും ഗൈഡഡ് മിസൈൽ ക്രൂയിസറുകളും ഉൾപ്പെടെ 60ഓളം യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ പസഫിക് സമുദ്രത്തിൽ അണിനിരന്നിട്ടുണ്ട്. ഇതിന് പുറമെ വിമാനങ്ങളും അത്യാധുനിക ഡ്രോണുകളും ഈ ദൗത്യത്തിന്റെ ഭാഗമാണ്. റഷ്യ കേവലം സൈനികരെ വിന്യസിക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, തങ്ങളുടെ പ്രഹരശേഷി ജപ്പാനെ കാണിച്ച് ബോധ്യപ്പെടുത്തുക കൂടിയാണ്. ബാസ്റ്റിയൻ എന്ന മാരകമായ കപ്പൽ വേദ മിസൈലുകൾ അവർ ഇതുർ ദ്വീപിൽ നിന്നും വിജയകരമായി തൊടുത്തുവിട്ടു. 300 കിലോമീറ്റർ അകലെയുള്ള സാങ്കല്പിക ശത്രു ലക്ഷ്യങ്ങൾ വളരെ കൃത്യമായി ഈ മിസൈലുകൾ ഭേദിച്ചുവെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കാൻ വരാഗ് എന്ന പ്രധാന യുദ്ധക്കപ്പലിൽ സാക്ഷാൽ പ്രസിഡന്റ് പുതിൻ നേരിട്ടെത്തിയിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ മേഖലയിൽ സംഘർഷ സാധ്യത വർദ്ധിച്ചു വരികയാണെന്ന വലിയൊരു മുന്നറിയിപ്പ് കൂടി പുതിൻ ലോകത്തിന് നൽകിയിട്ടുണ്ട്. ഈ റഷ്യൻ നീക്കം ജപ്പാനെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ പരമാധികാരത്തിലുള്ള ദ്വീപുകളിൽ റഷ്യ ഒരു കാരണവശാലും സൈനിക സാന്നിധ്യം ശക്തമാക്കുന്നത് നോക്കി നിൽക്കില്ലെന്ന് ജാപ്പനീസ് വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി അതിശക്തമായ ഭാഷയിൽ വ്യക്തമാക്കി കഴിഞ്ഞു. ഓഗസ്റ്റ് 29 വരെയാണ് റഷ്യയുടെ ഈ സൈനികാഭ്യാസം നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് സോവിയറ്റ് യൂണിയൻ പിടിച്ചെടുത്ത ഈ ദ്വീപുകൾ തിരികെ പിടിക്കാൻ അമേരിക്കയുടെ പിന്തുണയോടെ ജപ്പാൻ ശ്രമിക്കുമ്പോൾ തങ്ങളുടെ സൈനിക കരുത്ത് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ തന്നെയാണ് റഷ്യയുടെ തീരുമാനം. ഒരു ചെറിയ പ്രകോപനം മതി ഈ മേഖലയെ മറ്റൊരു മഹായുദ്ധത്തിലേക്ക് തള്ളിവിടാൻ.